ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ്. ഒരുപാട് മെനക്കെട്ട പണികളൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണിത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടെ ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും വൈകാതെ സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. വളരെ ചെറുതാണെങ്കിൽ നമുക്ക് 3 എണ്ണം എടുക്കാം. ഒരുപാട് വലുതാണെങ്കിൽ 1 എണ്ണം എടുത്താലും മതിയാവും. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയതിന് ശേഷം ഇതിൻ്റെ തോലെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ മുറിച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങിനകത്ത് ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുറിക്കാണ്ട് ഇതുപോലെ വേവിച്ചാൽ മതി. ഇനി തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള കൂടുതൽ എടുക്കേണ്ട. വലിയ സവോള ആണെങ്കിൽ 1 മുറി മാത്രം എടുത്താൽ മതി. ചെറുതാണെങ്കിൽ മാത്രം 1 എണ്ണം മുഴുവനായിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ 1 മുറി സവോള എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ എരിവിനായിട്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഉള്ളി വഴറ്റുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ നല്ല ബ്രൗൺ കളർ ഒന്നും ആവണ്ട, ഇതുപോലെ ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഇട്ടൊന്ന് വഴറ്റി ഈ ഒരു പേസ്റ്റിൻ്റെയും കൂടെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റണം. നമ്മൾ പൊടികൾ ഇടുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിലേക്ക് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. വളരെ കുറച്ച് മസാലയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി കുക്കായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ഈ ഒരു മസാല മുഴുവനായിട്ടും വരത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചുടച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ്, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിലേക്കും ഇതുപോലെ ഉപ്പും എരിവൊക്കെ വരണമെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമുക്ക് എത്ര സ്നാക്ക് വേണോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാം. ഒരു 4-5 പീസ് എടുക്കാം. ഇനി ഒരു ബ്രെഡിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്ന ആ ഒരു ഹാർഡായിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡ് കട്ട് ചെയ്യാതെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു സൈഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നേ ഉള്ളൂ. ഇനി സൈഡ് കട്ട് ചെയ്ത സാധനം നമ്മൾ വേസ്റ്റാക്കി കളയൊന്നുമില്ല. അത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും 4 സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ 1 പീസ് ബ്രെഡും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുമിട്ട് 1 പീസ് ബ്രെഡും കൂടി ഇട്ടിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ലൂസ് പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പം മുട്ടയ്ക്ക് പകരം ആ ഒരു കോട്ടിങ്ങിനായിട്ട് മൈദയുടെ ഒരു മിക്സ് ഉണ്ടാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല ലൂസായിട്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. ഇനി സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബ്രെഡ് പീസ് എടുത്ത് വെച്ച് അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലയുടെ കൂട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് കുടച്ചെടുക്കണം. ഇതുപോലെ തേച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും വലുത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് ഒരുപാട് എണ്ണ വേണം, വലിയ പാന് വേണം.
ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു ബ്രെഡ് ഞാൻ 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബ്രെഡ് വെച്ചിട്ട് നമുക്ക് 3 എണ്ണം കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ചെറിയ ബ്രെഡാണെങ്കിൽ 2 എണ്ണം കട്ട് ചെയ്യാം. അപ്പം എന്തായാലും നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും സ്നാക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഇനി എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൽ നിന്ന് ഓരോ പീസസ് ആയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് ഇപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ മൈദയിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടത് പറ്റി കിട്ടിക്കോളും. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് എടുത്ത് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്, ഇതുപോലെ നീളത്തിലായിട്ടുള്ള പീസുകളായതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും നമുക്കിതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പിൽ ഒരു 4 എണ്ണം ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എല്ലാം നമുക്ക് ആദ്യം ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു 4 എണ്ണം കവർ ചെയ്തെടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസിൽ. ഇനി നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയത്തിൽ ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. കാരണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുകൾ വശം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഇതായി കിട്ടിക്കോളും. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇട്ടതും മറിച്ചിടരുത്, അങ്ങനെ ആകുമ്പോഴും ആ ഒരു ബ്രെഡിൻ്റെ പൊടിയൊക്കെ തന്നെ എണ്ണയിലേക്ക് മിക്സായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇട്ട് ഒരു 30 സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ തിരിച്ചിടാം. ഇനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പം നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഒരു സ്നാക്ക് അധികം എണ്ണയൊന്നും കുടിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷനും വേണ്ട. എന്നിരുന്നാലും എണ്ണ എങ്ങാനും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കല്ലേ, ഒരു മെനക്കെട്ട പണികളെന്ന് പറയാൻ ഇതിനകത്തൊന്നുമില്ല. ആകെ ഉരുളക്കിഴങ്ങ് വേവിക്കൽ മാത്രമേ ഒരു പണിയുള്ളൂ. അപ്പോൾ നല്ല എളുപ്പത്തിലുള്ള നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട് ആറിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല എന്നല്ല, എന്നാലും ചൂടോടെ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കണം ആ ഒരു സമയം തന്നെ മതി. മസാല ഒന്ന് തേക്കുക, ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസിൽ പൊതിയുക, ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ശരിക്കും എന്താ സംഭവം എന്ന് തന്നെ മനസ്സിലാവില്ല. അത്രയ്ക്കും ഒരു കാണാനും നല്ലൊരു ലുക്കാണ്, അപ്പോൾ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് മസാലകളും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വല്ലാണ്ട് സ്പൈസിയും അല്ല. അപ്പോൾ കുട്ടികൾക്കും സുഖമായിട്ട് കഴിക്കാൻ പറ്റും. എരിവൊക്കെ കൂടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാലയൊക്കെ തന്നെ വളരെ കുറച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനും നല്ലൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുകയും കൂടെ വേണേ. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം. എല്ലാവർക്കും ബൈ.